പറയട്ടെ, ജെഫ് പറഞ്ഞത് ശരിയായിരുന്നു. അടിപ്പാത ആർവിയുടെ സോളാർ പാനലുകൾ നശിപ്പിക്കുന്നു. അതിനാൽ ആർവി പൂർണ്ണമായും മറയ്ക്കുന്നതുവരെ തള്ളിനീക്കാൻ ജെഫിന് തന്റെ ശക്തി ഉപയോഗിക്കേണ്ടിവരുന്നു. കാർ കടന്നുപോകാൻ കാത്തിരിക്കുമ്പോൾ സംഘം പിരിമുറുക്കത്തിലാണ്. സ്വയം പ്രതിരോധത്തിനായി ഫിഞ്ച് ഒരു തോക്ക് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ജെഫ് കണ്ടെത്തുന്നു. ഭാഗ്യവശാൽ കാർ കടന്നുപോകുകയും നാശനഷ്ടം കാണാൻ ഫിഞ്ച് പുറത്തുവരികയും അത് സ്വന്തം തെറ്റാണെന്ന് സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അത് നന്നാക്കാൻ കഴിയാത്തതിനാൽ അവർക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ എത്താൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. ജെഫ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഫിഞ്ച് ദേഷ്യപ്പെട്ട് അവനോടൊച്ചവെക്കുന്നു. ജെഫ് വിട്ടുകൊടുക്കുന്നില്ല. ഫിഞ്ചിനെ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ ആർവിയിലേക്ക് അവനെ പിന്തുടരുന്നു. ഇത് ഫിഞ്ചിനെ ഒരു കഥ പറയാൻ പ്രേരിപ്പിക്കുന്നു. സൗരജ്വാല സംഭവിച്ചതിനുശേഷം ആളുകൾ എങ്ങനെ അതിജീവിക്കണമെന്ന് പഠിക്കുകയായിരുന്നു. ഫിഞ്ച് ഒരു സൂപ്പർമാർക്കറ്റിൽ പ്രവേശിച്ചു. ഒരു ബാഗ് നൂഡിൽസ് മാത്രമേ കണ്ടെത്തിയുള്ളൂ. പക്ഷേ താമസിയാതെ ഒരു അമ്മയെയും മകളെയും നിറയെ സാധനങ്ങളുള്ള ഒരു കാർട്ടോടുകൂടി അദ്ദേഹം കണ്ടു. കുട്ടിയുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. ആരെ കണ്ടാലും വെടിവെക്കാൻ അമ്മ അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. വെടിവെക്കപ്പെടുമെന്ന് ഭയന്ന് ഫിഞ്ച് ഒളിച്ചിരുന്നു. ആ നിമിഷം ഒരു ഷോട്ട്ഗണുമായി ഒരു ഭ്രാന്തൻ പ്രത്യക്ഷപ്പെടുകയും ഇരുവരുടെയും സാധനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനാൽ അമ്മ സ്വയം പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പോരാട്ടത്തിനിടയിൽ അയാൾ പലതവണ വെടിയുതിർത്തു. ഫിഞ്ച് പുറത്തുവരുമ്പോഴേക്കും അമ്മയും മകളും മരിച്ചുപോയിരുന്നു. എന്നിരുന്നാലും ഒരു ശബ്ദം കേട്ട് അദ്ദേഹം കുട്ടിയുടെ ബാക്ക്പാക്ക് പരിശോധിച്ചു. പേടിച്ചരണ്ട ഒരു ചെറിയ നായക്കുട്ടിയെയാണ് കണ്ടെത്തിയത്. അന്ന് ഫിഞ്ച് ഗുഡിയറിനെ ദത്തെടുക്കുകയും എന്ത് വില കൊടുത്തും അവനെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അന്നാണ് ആരെയും വിശ്വസിക്കരുത് എന്ന് അദ്ദേഹം പഠിച്ചത്. അടുത്ത ദിവസം രാവിലെ ജെഫ് ഓടിക്കുന്നത് തുടരുമ്പോൾ ഫിഞ്ച് വിശ്രമിക്കുന്നു. ജെഫ് പോസ്റ്റ് കാർഡുകൾ പരിശോധിക്കുകയും സാൻ ഫ്രാൻസിസ്കോയിലുള്ളത് അമ്മാവനല്ല, അച്ഛനാണ് ഒപ്പിട്ടതെന്നും മറ്റുള്ളവയുടെ പിന്നിൽ ഒന്നുമില്ലെന്നും കണ്ടെത്തുന്നു. പെട്ടെന്ന് ഇവിടെ അൾട്രാവയലറ്റ് രശ്മികൾ അപകടകരമല്ലെന്ന് കമ്പ്യൂട്ടർ പ്രഖ്യാപിക്കുകയും ആർവി ഒരു ചിത്രശലഭത്തിൽ തട്ടുകയും ചെയ്യുന്നു. ആശയക്കുഴപ്പത്തിലായ ജെഫ് വാഹനം നിർത്തുകയും ഫിഞ്ചിനെ ഉണർത്തി സംഭവിച്ചത് കാണിക്കുകയും ചെയ്യുന്നു. ഞെട്ടിയ ഫിഞ്ച് കൈ പുറത്തേക്ക് വെക്കുന്നു. പക്ഷേ അത് പൊള്ളുന്നില്ല. അദ്ദേഹം ഉടൻ പുറത്തുവന്ന് വീണ്ടും സൂര്യന്റെ ചൂട് ആസ്വദിക്കാൻ കഴിയുന്നതിൽ ആവേശഭരിതനാകുന്നു. കൂടുതൽ ചിത്രശലഭങ്ങളെയും അടുത്ത് ഒരു പൂവിനെയും കണ്ടെത്തിയതിൽ അദ്ദേഹം ആശ്ചര്യപ്പെടുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അവർ യാത്ര തുടരുമ്പോൾ പ്രദേശത്ത് ധാരാളം സസ്യങ്ങൾ വളരുന്നത് അവർ കാണുന്നു. ആഘോഷിക്കാൻ ഫിഞ്ച് തന്റെ നല്ല സ്യൂട്ട് ധരിക്കുകയും സൂര്യന് താഴെ ഒരു പിക്നിക് നടത്താൻ ആർവി നിർത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി താൻ പാലത്തിനടുത്ത് സംഘത്തെ കണ്ടെന്ന് ജെഫ് സമ്മതിക്കുന്നു. ഇത് ജെഫ് സ്വപ്നം കാണുന്നുണ്ടെന്ന് അർത്ഥമാക്കുന്നതിനാൽ ഫിഞ്ചിനെ ആവേശം കൊള്ളിക്കുന്നു. അടുത്തതായി എന്തിനാണ് പോസ്റ്റ് കാർഡിനെക്കുറിച്ച് കള്ളം പറഞ്ഞതെന്ന് ജെഫ് ഫിഞ്ചിനോട് ചോദിക്കുന്നു. അതിനാൽ ഫിഞ്ച് ഒരു പുതിയ കഥ പങ്കുവയ്ക്കുന്നു. അവൻ കുട്ടിയായിരുന്നപ്പോൾ അവന്റെ അമ്മ അവന്റെ അച്ഛന് വൈക്കിംഗ് രക്തമുണ്ടെന്ന് അവനോട് പറഞ്ഞു. ഒരു വൈക്കിംഗ് ശവസംസ്കാരത്തിന്റെ ചിത്രം ഫിഞ്ച് ജെഫിന് കാണിച്ചു കൊടുക്കുന്നു. അവന്റെ അച്ഛൻ ഒരു എഞ്ചിനീയറായിരുന്നു. പാലങ്ങൾ പണിയുകയും കരാറുകൾക്കായി ധാരാളം യാത്ര ചെയ്യുകയും ചെയ്തതിനാൽ ഫിഞ്ച് ജനിക്കുന്നതിനു മുമ്പ് പോയിരുന്നു. അവന്റെ 15ാം ജന്മദിനത്തിൽ അപ്രതീക്ഷിതമായി പോസ്റ്റ് കാർഡ് ലഭിക്കുന്നതുവരെ ഫിഞ്ചിന് അവനുമായി ബന്ധമുണ്ടായിരുന്നില്ല. ഒരു ദിവസം